നമസ്കാരം. നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് സെക്രട്ടേറിയറ്റ് ഭരണകൂടം കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നിന്നും ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും ഇറങ്ങിപ്പോയത്. അവരിറങ്ങിപ്പോയിട്ടൊരു വാഹനത്തിൽ കയറിയിട്ട് ആ വാഹനത്തിൽ അവരിങ്ങനെ ഈ എന്തു പറയാം എഴുന്നള്ളത്ത് നടത്തുകയാണ് വടക്ക് നിന്നും തെക്കോട്ട്. അതായത് തെക്കോട്ട് എടുക്കുക എന്നതാണ് അതൊരു ഒരു അപശകുനമാണ്, അത് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഗവൺമെൻറ്റിൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും ഈ തെക്കോട്ടെടുക്കൽ തുടങ്ങിയിരിക്കുന്നു ഈ യാത്രയിലൂടെ അല്ലെങ്കിൽ എഴുന്നള്ളത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പും പല പ്രവൃത്തികളും അതിലേക്കാണ് നയിച്ചതെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ മൂത്തിരിക്കുന്നു. ഇനിയും കുറേ കൂടി മൂക്കാനുണ്ട്, അതിൻ്റെ പാരമ്യത്തിലെത്താനുണ്ട്. പാരമ്യത്തിലെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഈ പറയുന്ന അധർമ്മ വിളയാട്ടങ്ങൾക്ക് പാരമ്യതയിലെത്താൻ ഇനിയും കുറച്ചു കാലം കൂടി എടുക്കും. അപ്പോഴേക്കും പരിപൂർണമായും ഈ യാത്ര തെക്കോട്ടെടുത്ത യാത്രയായിട്ട് തന്നെ മാറും, സ്വാഭാവികം. എന്തായാലും തിരുവനന്തപുരത്ത് ഇത് അവസാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ധാരാളമായിട്ടുണ്ടാകാൻ പോകുന്നത് എന്തായാലും ഒരു നാവരിയുന്ന നവകേരളമാണ് ഈ മന്ത്രിമാരും കൂടി ചേർന്ന് ഈ യാത്രയിലൂടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു നവകേരളം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ നമ്മൾ നാളെ മുതൽ നമുക്കിനി യാതൊരു ബുദ്ധിമുട്ടും വരില്ല. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകും, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, നമ്മുടെ ആരോഗ്യ ആശുപത്രികളെല്ലാം എല്ലാ മരുന്നുകളും ഫ്രീ ആയിട്ട് വരും, എല്ലാ ചികിത്സകളും ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു നവകേരളം ഇതാ ഉടനെ വരും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. 2025 2050 വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉട്ടോപ്പിയൻ സങ്കല്പങ്ങൾ കൊടുത്ത് ആ സങ്കല്പത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന തന്ത്രമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് പണ്ട് മുതലേ അതാണ്. ആ മുദ്രാവാക്യത്തിലൂടെ ആൾക്കാരെ ഉത്തേജിതരാക്കുക, എന്നിട്ട് ആ മുദ്രാവാക്യം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുക, എന്നാൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. അത് ഞങ്ങൾ വെറുതെ അണികളെ ചൂടാക്കാൻ വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യമാണെന്ന് പിന്നീട് പറയുക. ഇങ്ങനെ ഒരു വല്ലാത്ത ജനങ്ങളെ ഒരു മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന, ഒരിക്കലും ജനങ്ങളെ നന്നാവാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകണം, ദാരിദ്ര്യം ഉണ്ടാകണം, തൊഴിലില്ലായ്മ ഉണ്ടാകണം, അതുപോലെ ഈ സമാധാനം ഉണ്ടാകരുത്, എന്നാൽ മാത്രമേ ഇതിനെതിരെ സംസാരിച്ച് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിച്ചതും. യാത്ര നവകേരളം സൃഷ്ടിക്കാനാണെന്ന് പറയുകയും എന്നാൽ നാവരിയുന്ന കേരളമായിട്ടും മാറുകയും ചെയ്തിരിക്കുന്നു. ഈ യാത്രയിലുടനീളം ഇതിനെ പ്രതിഷേധിച്ച പ്രതിപക്ഷ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെയാണ് നാവരിയയിൽ പ്രവർത്തനം നടത്തിയതെങ്കിൽ, ഭരണകൂട മർദ്ദനങ്ങൾ നടത്തിയതെങ്കിൽ, ഭരണകൂട മർദ്ദനം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ പോലീസാണ് മർദ്ദക ഉപകരണം എന്ന് പറയുന്നത്. പക്ഷേ പോലീസ് വലുതായിട്ടൊന്നും മർദ്ദിച്ചതായിട്ട് കാണുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഗൺമാൻ എന്നൊക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിഭൂഷനെ പോലെയുള്ള ഒരാൾ വന്നിട്ട് ആക്രമിച്ചേക്ക് നമ്മൾ കണ്ടുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ആക്രമണം നടത്തിയത് പാർട്ടി അണികളാണ്, പാർട്ടി ഗൂണ്ടകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഇതെന്താണ് ഉദ്ദേശം എന്നത്. ഭയപ്പെടുത്തി ഭരിക്കുക എന്നതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്. അതെല്ലാ ഏകാധിപത്യ ഗവൺമെൻറ്റുകളുടെയും സ്വഭാവമാണ്. അതാണ് ഇപ്പോൾ പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കഴിവില്ലായ്മ പുറത്തു കാണാതിരിക്കാൻ, തങ്ങളുടെ കാര്യശേഷി നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും ഇങ്ങനെ പൊരുതി നിൽക്കുക എന്നത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി നടത്തുന്നത്. യാതൊരു കാര്യശേഷിയുമില്ലാത്ത, എങ്ങനെ ഭരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത, ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു ഭരണവും നടത്താൻ കഴിയാത്ത ഒരു ഭരണകൂടമായി മാറിയിരിക്കുന്നു. പകരം മർദ്ദനം അഴിച്ചുവിടുന്നു, മർദ്ദിക്കാൻ സ്വന്തം അണികൾക്ക് എല്ലാ പ്രചോദനവും നൽകുന്നു. അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ഇതാ എന്തായാലും കേരളത്തിൻ്റെ ഇങ്ങറ്റം വരെ വന്നിരിക്കുന്നു. നവകേരളം നമുക്ക് ഇനി കാത്തിരിക്കാം. മാധ്യമങ്ങൾ പോലും സൂക്ഷിക്കുക, ഈ പറയുന്ന ഞാൻ പോലും സൂക്ഷിക്കുക. നിന്റെ നാവും അരിയുന്ന കാലം കൂടുതലല്ല എന്ന് നീയും ഒന്ന് ഓർമ്മിക്കുക എന്ന് ഞാൻ എന്നെ തന്നെ വാണിംഗ് ചെയ്യുന്ന കാലമാണ് വരാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും സത്യത്തിൽ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായിരിക്കും പിണറായി വിജയൻ്റെ നവകേരളം.